ഞാൻ പറയാം, അതായത് ഇപ്പൊ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു മെലോ ഡ്രാമയാണ് അവിടെ നടക്കുന്നതെന്ന് അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് വെച്ച് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലാനാണ്. ബെസ്റ്റി കോഴികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണ്. ഇതൊക്കെ ഇവര് കാണുന്നതാണ്, എടുക്കുന്നതാണെന്ന് എനിക്ക് ഞാൻ തലയ്ക്ക് വെളിവില്ലാത്തയാണോ? എനിക്കും തോന്നിയത് മലയാളി ഓഡിയൻസ് ആണെങ്കിലും എന്റെ മൈൻഡിൽ കിടക്കുന്നത് ഇത് 2024 മാറി ചിന്തിക്കും. നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എരിഞ്ഞ് കുടിച്ചു മൂടി. വെളിയിൽ വന്നവര് കല്യാണം കഴിക്കാനൊന്നും പോകുന്നൊന്നുമില്ല, ഒരിക്കലും ഇല്ല. അതിന് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പം അതല്ല ഉദ്ദേശം. റീറ്റെയിൽ മാത്രല്ല, ഇതൊക്കെ ഇതിന്റെ ഹോൾസെയിൽ ഉണ്ടെന്നാ തോന്നുന്നു. വെളിയിൽ വന്നവര് കല്യാണം കഴിക്കാനൊന്നും പോകുന്നൊന്നുമില്ല, ഒരിക്കലും ഇല്ല. അതിന് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പം അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? എനിക്ക് അവൻ നല്ലൊരു ഗെയിമറാണ്. അവൻ ഈ ചങ്ങലയിൽ പെട്ടുപോയത് കൊണ്ടാണ്. ഈ ജാസ്മിൻ എന്ന ചങ്ങലയല്ല, അവൻ നല്ല ഗെയിമറാണ്. പക്ഷെ അവൾ മിണ്ടിയില്ല. ബിക്കോസ് ഗബ്രിയെ കുറ്റം പറഞ്ഞോട്ടെ, എനിക്കുള്ളത് ആത്മാർത്ഥ പ്രേമമാണ്. ഗബ്രി എന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു മെസ്സേജ് ഇൻഡയറക്ട്ലി നാട്ടുകാർക്ക് കൊടുക്കുകയാണ്. അതാണുള്ള ബുദ്ധി. ജാസ്മിൻ അങ്ങനെയൊന്നുമില്ലല്ലോ. പുള്ളി അല്ലാതെ തന്നെ കളിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ പെടുത്തുകയും ഒരേ സമയം തന്നെ കളിയും നടക്കുന്നുണ്ട് അല്ലേ? അതിനും ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ പോയെന്ന് ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഈ ടീമിനെ സ്പിറ്റ് ചെയ്യുന്നൊരു സമയം പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് പുള്ളിക്കാരത്തിനേക്കാളും 10 വയസ്സിന് മൂത്താണ് ഞാൻ. എൻ്റെ അടുത്ത് എന്നെയല്ല എല്ലാവരും പുള്ളി എഴുന്നേരടാ വടാ ഇങ്ങനെടാ എഴുന്നേക്കടാ മറ. അയ്യോ, അവള് പറഞ്ഞത് മുഴുവൻ പറയാൻ എന്റെ നാവ് വളയുകയില്ല. അങ്ങനൊന്നും പറഞ്ഞ് ഞാൻ ശീലിച്ചിട്ടില്ലേ. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന ഇത്തരത്തിലാണ് ബിഹേവിയർ. പഠിച്ചതേ പാടൂ. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ എനിക്ക് ജാസ്മിനൊക്കെ എനിക്ക് ആരാ, എനിക്കൊന്നുമല്ല. കിട്ടിയായതുകൊണ്ടല്ല, അഭിമാനത്തോടെ ഇത്രയും കാലം ജീവിച്ചു പോയി, അതുകൊണ്ടാ. ഞാൻ പറഞ്ഞ പോലെ അപ്സ്റ്റെയർ വേക്കൻ്റ് ആണ്. തലയിൽ ഒന്നുമില്ല, ചുമ്മാ വായിട്ടലയ്ക്കുന്ന അല്ലാതെ തലച്ചോറിലൊരു സാധനമില്ല. അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? അപ്പൊ അവിടെ ഉള്ളതും ഇല്ലാത്ത എല്ലാത്തിലും പോയി എല്ലാം അവള് ബിഗ് ബോസിന്റെ അമ്മയാവണം അവർക്ക്. ഈ പറഞ്ഞത് ന്യായം. കളിയാക്കല്ലേ, കാരണന്മാരെ കളിയാക്കല്ലേ. ഇല്ലെങ്കിൽ തല വെട്ടിക്കളയോ? ഒന്ന് പോണം മിസ്റ്റർ.